നമ്മുടെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സക്സസ് ആൻഡ് ഫെയിലിയർ അല്ലേ. സക്സസ് ആൻഡ് ഫെയിലിയർ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ എപ്പോഴും വന്നു പോകുന്നൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് ഈ സക്സസിനെയും ഫെയിലിയറിനെയും കുറിച്ച് നിങ്ങൾ നോട്ട് ബോതേർഡ് എന്നാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ, ഞാൻ ചെയ്യുന്നതിൽ 100% ഞാൻ കൊടുക്കുന്നുണ്ടോ, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. സക്സസ് ആൻഡ് ഫെയിലിയറിനെ കൂടുതലെടുത്ത് തലയിൽ കയറ്റി വയ്ക്കാതിരിക്കുക. അതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. ഒരു കാര്യം നമ്മൾ എന്നാൽ മാത്രമേ കൂടുതൽ ഫെയിലിയർ നേരിട്ടുള്ള ഒരു വ്യക്തി മാത്രമേ ആ വ്യക്തിക്ക് ഓവർകം ചെയ്യാൻ, ഏത് കാര്യം ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും ഓവർകം ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. പക്ഷേ സക്സസിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഫെയിലിയർ വരുമ്പോൾ അത് എത്രത്തോളം അത് ഓവർകം ചെയ്യാൻ പറ്റും എന്നെനിക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ സക്സസും ഫെയിലിയറും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ. സക്സസ് വരുമ്പോൾ നമ്മൾ അങ്ങേയറ്റം സന്തോഷിക്കുകയും ഫെയിലിയർ വരുമ്പോൾ നമ്മൾ അങ്ങേയറ്റം വിഷമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഞാൻ പറയുന്നത് സക്സസിനെ കുറിച്ചോ ഫെയിലിയറിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ ബോധേഡ് ആകണ്ട എന്നുള്ളതാണ്. എൻ്റെ ലൈഫിലും ഇതുപോലെ സക്സസും ഫെയിലിയറാണ് ഒത്തിരി തവണ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് സക്സസിനോ ഫെയിലിയറിനെ കുറിച്ച് നിങ്ങളൊന്നും ബോധേഡ് ആവണ്ട. നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? നമ്മളിപ്പോൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നമ്മൾ 100% ഹാർഡ് വർക്ക് കൊടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യുക. സക്സസ് അതിൻ്റെ വഴിക്ക് പോട്ടെ, ഫെയിലിയർ അതിൻ്റെ വഴിക്ക് പോട്ടെ. സക്സസ് വരുമ്പോൾ കൂടുതൽ വിഷമിക്കുകയും സന്തോഷിക്കുകയും, ഫെയിലിയർ വരുമ്പോൾ കൂടുതൽ വിഷമിക്കുകയും ചെയ്യാതിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം നമുക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചോളൂ. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും അടുത്ത് ചോദിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിച്ചിട്ട് ചെയ്യുക. അങ്ങനെ പല നിരവധി ഓപ്ഷൻ ഉണ്ടല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഫെയിലിയർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നെക്സ്റ്റ് ഓപ്ഷൻ, അവിടെ നിന്നും ഫെയിലിയർ ആയതിൽ വിഷമിക്കാതെ നെക്സ്റ്റ് ഓപ്ഷൻ തേടുക. നമ്മുടെ ലൈഫും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ സക്സസും ഫെയിലിയറും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലോട്ട് എടുക്കാതെ അതിൽ നിന്നും പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഒരു പരിധിവരെ നമ്മുടെ സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞത് സൂയിസൈഡ് അറ്റംപ്റ്റ്, അതുപോലെ തന്നെ വിഷാദ രോഗികൾ, ഇതൊക്കെ ഉണ്ടാകുന്നത് ഒരു പരിധിവരെ ഫെയിലിയറിൻ്റെ ഭയന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമുക്ക് മുന്നോട്ട് ഇനി വേറെ ഓപ്ഷൻ ഇല്ല എന്ന് തോന്നുമ്പോഴാണല്ലോ ഈ സൂയിസൈഡ് അറ്റംപ്റ്റും നമ്മൾ വിഷാദത്തിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഒന്നിനും പരിഹാരമല്ല. നമ്മൾ ഫെയിലിയറിലൊന്നും അടിപതറാതെ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ ഒന്നിൽ മാത്രം ഉറച്ചു നിൽക്കുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷനിലോട്ട് പോവുക. ഫെയിലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനിലോട്ട് പോവുക. സക്സസ് ആണെങ്കിൽ നമ്മൾ ഓവർ എക്സൈറ്റ്മെൻറ്റ് ആവാതെ ഇരിക്കുക. അപ്പോൾ ഓർക്കുക, ലൈഫ് സക്സസും ഫെയിലിയറും ഒക്കെ ഉള്ളതാണ്. അതിന് മനസ്സിലോട്ട് എടുക്കാതെ നമ്മൾ അടിപതറാതെ നമ്മുടെ സെൽഫ് കോൺഫിഡൻറ്റോട് കൂടി മുന്നോട്ട് പോകുക. Thank you.